ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ചെറിയൊരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഞാൻ തയ്ച്ച് വെച്ചിരിക്കുന്ന 2 നൈറ്റിയും ചുമ്മാ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കട്ടിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം ഞാൻ യൂട്യൂബ് നോക്കി നൈറ്റി കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പഠിച്ച ഒരാളാട്ടോ. അപ്പോൾ ഇതൊരു 3 പീസ് നൈറ്റി ആട്ടോ. ഇതിനാണ് ഒരുപാട് ചിലവുള്ള ഒരു നൈറ്റി ആട്ടോ ഇത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇത്തിരി പൊക്കമുള്ളവർക്കുള്ള 3 രൂപ നൈറ്റിയുടെ കാര്യമല്ല, ആ ഒരു മെറ്റീരിയലാട്ടോ കണ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 2 നൈറ്റിയൊക്കെ തയ്ക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ പല പണികളൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ നൈറ്റി ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാമല്ലോ. അപ്പോൾ തയ്ക്കാനുള്ളത് മാത്രമേ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിന് ലൈനിങ് ഒക്കെ വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിൽ നമ്മൾ തയ്ച്ച് കൊടുക്കട്ടെ. ഇത് മാത്രമല്ല, ഏത് മോഡൽ വേണമെങ്കിലും ഇപ്പം ഞാൻ നൈറ്റ് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് ഈ 3 പീസ് മോഡലാട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് തയ്ച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനിത് അടയാളപ്പെടുത്തിയിട്ട്, അപ്പോൾ നല്ല വശത്ത് മാർക്ക് ചെയ്തിരുന്നാട്ടോ പറയാറ്. പക്ഷെ എനിക്ക് എളുപ്പത്തിന് ഇങ്ങനെ എടുത്താണെങ്കിൽ മാർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ചോക്കിൻ്റെ പൊടിയൊന്നും കാണത്തില്ല കേട്ടോ. ഇത് ഞാൻ ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ തുണിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ഒന്നും നമുക്ക് വരുന്നില്ല കേട്ടോ, കാരണം ഇതിലേക്ക് തന്നെ വരുന്ന പീസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് തയ്ക്കുമ്പം ഇതിലുള്ള മൊത്തം തുണികളും തന്നെ നൈറ്റിയിലേക്ക് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് വേസ്റ്റ് തുണികളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഈ ഒരു കോൺ പീസ് ആണെങ്കിൽ നമുക്കിതിന് ഫ്രണ്ടിലൊരു ചെറിയൊരു ബോ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അതിനായിട്ടാണ് ഈ ചെറിയ പീസും ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പീസും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കട്ട് ചെയ്യുന്ന പീസ് അല്ലാണ്ട് നമുക്ക് വേറൊരു വേസ്റ്റ് ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. പക്ഷേ ഇന്നിപ്പം കുറേ നൈറ്റികൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നൈറ്റി മാത്രമല്ല, സാരി ബ്ലൗസും ഒക്കെ ഇതേപോലെ തന്നെ നോക്കി പഠിച്ചാണ്. അപ്പോൾ ചുമ്മാ ഒക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാം. നല്ല സിമ്പിളായിട്ട് ഓരോരോ ചിലരൊക്കെ മിക്ക യൂട്യൂബ് ചാനലുകൾ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനലിലെല്ലാം നല്ല സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാഗ് നെക്കും കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടിലെ 3 പീസിന് മാത്രമേ നമ്മൾ ലൈനിങ് എടുക്കുന്നുള്ളൂ കേട്ടോ. ലൈനിങ്ങും കൂടെ വെച്ച് തയ്ക്കുന്നതാണ് നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ കട്ടി കുറഞ്ഞു പോകുന്നതിൻ്റെ കാണാനൊരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ എല്ലാ നൈറ്റിയും തന്നെ തയ്ച്ച് കൊടുക്കുന്നത് ലൈനിങ് വെച്ചാണ്. അപ്പോൾ ഇതിന് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഇതിൻ്റെ കട്ടിങ് എല്ലാം തീർന്നു. ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ച നൈറ്റിയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ കാണിച്ചത് കേട്ടോ ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഈ നൈറ്റി എന്ന് പറഞ്ഞാൽ തുണി പൈപ്പിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് തുണി പൈപ്പിംഗ് കടയിൽ മേടിക്കാൻ കിട്ടും. നമ്മുടെ സാധാരണ മെഷീനാണ്. അപ്പോൾ അതിൽ ഇത് ഇങ്ങനത്തെ പൈപ്പിംഗ് നമുക്ക് തയ്ച്ചത് കിട്ടും കേട്ടോ. അത് നമുക്ക് മേടിച്ച് വെക്കാനാണ്. അപ്പോൾ ഓരോരുത്തരും പറയുന്ന രീതിയിൽ നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന കേട്ടോ. ചിലർക്ക് ഇപ്പം തുണി പൈപ്പിംഗ് ആയിരിക്കും ഇഷ്ടം. അതേപോലെ ചെറിയൊരു ബട്ടണും പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് ലേസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതൊന്നും പോകത്തില്ല കേട്ടോ. എന്തോരം നാൾ വേണേലും ഇത് നൈറ്റിയിൽ ഇരുന്നോളും, പെട്ടെന്ന് പോകുന്നൊന്നുമല്ല. അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് തയ്ച്ച് ആദ്യത്തെ നൈറ്റി കേട്ടോ. അതേ കളർ തന്നെ വേറെ നൈറ്റിയും കൂടെ തയ്ച്ചിട്ടുണ്ട്. അതിന് ഞാൻ ലേസാണ് പിടിപ്പിച്ചേക്കുന്നത്. പക്ഷെ ഇത് ഇട്ട് കാണുമ്പോൾ നല്ല സെറ്റപ്പ് നൈറ്റി കേട്ടോ. ഈ പൈപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് സാധാ മെഷീനിൽ തയ്ക്കാൻ പറ്റുന്ന കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ലേസാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. വെള്ള കറുപ്പും കളറുള്ളത്
ഇത് നമ്മൾ കണ്ടാൽ അവർക്ക് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകുന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ലതായിട്ട് ഇതായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ. ഈ നൈറ്റിക്കൊന്നും ഇത് കണ്ട് ഇതെല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്.